ഹലോ മലയാളീസ്, എന്നുണ്ട്? ഇന്ന് നമുക്ക് പർദീസ് ഉണ്ടാക്കിയാലോ? ചിക്കൻ പർദീസ. എന്നാ ബാ അടുക്കളയ്ക്ക് പോവാം. അപ്പം എങ്ങനെയാ പണി തുടങ്ങുമല്ലേ? ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി ഒരു മൂലയ്ക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ക്യാപ്സിക്കം ആദ്യം തന്നെ ചുമന്ന ക്യാപ്സിക്കം എടുത്ത് നെടുനീല എറിഞ്ഞ് കുനുകുന അരിഞ്ഞ് വെക്കുന്നു. ക്യാപ്സിക്കം ചുമല മാത്രം പോരാ കേട്ടോ, പുറകെ നമ്മുടെ ഓറഞ്ചും വരുന്നുണ്ട്. ഓറഞ്ചും ഇതുപോലെ തന്നെ കുനുകുന എന്നല്ല, ചുമലയായാലും ഓറഞ്ചായാലും ചതുരത്തിൽ. അതുപോലെ തന്നെ സവോള, അതും ചതുരത്തിൽ അരിഞ്ഞരിഞ്ഞ് വെക്കുക. 1-2 ഫുൾ ചിക്കൻ ആയത് കൊണ്ട് നമ്മളിവിടെ ഒരു 1-1.5 സവോളയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആദ്യം മുളക് പൊടി ഇട്ടു. 2 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇതിനിട്ടേക്കുന്നത്. പിന്നെ അതിന് പുറകെ മഞ്ഞൾപ്പൊടി തട്ടി. മുളക് പൊടിക്ക് നല്ല എരിവുണ്ട് കേട്ടോ, ഇവിടുത്തെ മുളക് പൊടി ആയതുകൊണ്ട്. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ ഗരം മസാല, 2 സ്പൂൺ ഗരം മസാല നമ്മൾ തട്ടി. പിന്നെ വരേണ്ടത് കുരുമുളക് പൊടി, നല്ല നാടൻ കുരുമുളക് പൊടി, നാട്ടിൽ നിന്ന് കൊടുത്ത സാധനം, അത് നല്ലപോലെ പൊടിച്ചിട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് ചിക്കൻ ക്യൂബ്. നമ്മൾ 1-2-3 ആവശ്യത്തിന് തേക്കാം. നമ്മൾ 2 എടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലപോലെ അങ്ങ് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. അതാണ് ഇനി അടുത്ത പരിപാടി. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കൈ കഴുകാൻ മറക്കില്ലേ. മിക്സ് ചെയ്ത് കഴിഞ്ഞുള്ള പരിപാടിയൊക്കെ കാണുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഈ മസാലക്കൂട്ടെല്ലാം ഇട്ട് അങ്ങ് പെരട്ടി എടുക്കണം. അതൊരു 1-1.5 പണിയാണ് ഇനി വരുന്നത്. ഏകദേശം കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണിത്. നമ്മുടെ മസാലക്കൂട്ടെല്ലാം കൂടി ഇട്ട് വച്ചേക്കുകയാണ്. ഈ ചിക്കൻ ഒരു 1-2 മിനിറ്റ് മാറ്റി വെക്കുന്നത് എന്തായാലും നല്ലതായിരിക്കും. ഇനി നമ്മൾ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ മസാല പുരട്ടി വെച്ച് ചിക്കൻ എടുത്തിടുന്ന പരിപാടിയാണ് ഇനി അങ്ങോട്ട്. നല്ല കനമുണ്ട് കേട്ടോ, കാണുന്നതോടെയൊന്നുമല്ല. മസാല ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ല കനമുണ്ട് നമ്മുടെ ചിക്കന്. എന്നിട്ട് ചിക്കൻ എടുത്തിട്ടു. അതിനകത്തേക്കുള്ള ഗ്രേവിയും പറക്കി വെച്ചു. ഇനി കുറച്ച് നേരത്തേക്ക് മൂടി വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് ദൂരം മറിച്ചിടണം. ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ അമർത്തിയിടാൻ പോകുന്നത്, അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ പിന്നെ എടുക്കാൻ പോയില്ല, കാരണം എല്ലാവർക്കും അറിയാം റൈസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇനി റൈസ് എല്ലാം കമത്തി കഴിഞ്ഞ് ഇനിയാണ് മെയിൻ ബുദ്ധിമുട്ടുള്ള പരിപാടി വരുന്നത്. ചിക്കൻ എടുത്തിൻ്റെ അകത്ത് കിടണം. 1 സ്പൂൺ വെച്ച് നോക്കിയിട്ടൊന്നും നമുക്ക് പാത്രത്തിൽ എടുക്കാൻ പറ്റിയില്ല. 2 സ്പൂണിനായിട്ടും അത്രയ്ക്ക് പിടുത്തായിരുന്നു, കാരണം നല്ലപോലെ വെന്തിരിക്കുന്ന സാധനം. ഇതാണ് നമ്മൾ പറഞ്ഞ പർദീസ. വെറും പർദീസയല്ല, ചിക്കൻ പർദീസ. എങ്ങനെയുണ്ട് കണ്ടിട്ട്?